Okay students, welcome back to Region PSK Tele classes. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിലെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the acceleration of a particle is given by a equal to 2t square. Acceleration is given by a equal to 2t square. Acceleration a equal to 2t square. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ആക്സലറേഷൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആക്സലറേഷനും എന്താവും? ചേഞ്ച് ആവും. അപ്പോൾ ആക്സലറേഷൻ ചേഞ്ച് ആവും, ചേഞ്ചസ് വിത്ത് ടൈം. അപ്പോൾ ആക്സലറേഷൻ യൂണിഫോം അല്ല, ആക്സലറേഷൻ നോൺ യൂണിഫോം ആണ്. നോൺ യൂണിഫോം ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായേ? നോൺ യൂണിഫോം ആണെന്ന് മനസ്സിലായത് ഇത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ടൈമിനനുസരിച്ച്, ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആക്സലറേഷനും ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ടൈമിന് 1 കൊടുത്താൽ ഒരു ആക്സലറേഷൻ കിട്ടും, ടൈമിന് 2 കൊടുത്താൽ വേറൊരു വാല്യൂ കിട്ടും അല്ലേ? അപ്പോൾ ആക്സലറേഷൻ നോൺ യൂണിഫോം ആണ്, ചേഞ്ചിങ് ആണ്. ഇപ്പോൾ നോൺ യൂണിഫോം ആക്സലറേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ടല്ലോ, v = u + at, പിന്നെ s = ut + ½ at square, v² = u² + 2as. ആ 3 ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം these 3 equations are only for uniform acceleration. നമ്മൾ പ്രത്യേകം പറഞ്ഞല്ലേ, യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ മാത്രമേ ആ 3 ഇക്വേഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇത് നോൺ യൂണിഫോം ആക്സലറേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോൺ യൂണിഫോം ആക്സലറേഷൻ ആകുമ്പോൾ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പഠിച്ചു. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി v = dx/dt എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റി അല്ലേ? അതുപോലെ ആക്സലറേഷൻ = നമ്മൾ dv/dt പഠിച്ചു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സലറേഷൻ അല്ലേ? അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നോൺ യൂണിഫോം ആക്സലറേഷൻ ആകുന്ന സിറ്റുവേഷനിൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ചെയ്യണം. നോൺ യൂണിഫോം ആണെന്ന് എങ്ങനെ മനസ്സിലായത്? ആക്സലറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടൈം. എന്നാൽ ഈ ടൈമിൻ്റെ ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻ്റെ രൂപത്തിലാണ് ആക്സലറേഷൻ തരിക. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ആക്സലറേഷൻ = 5 m/s². ഇങ്ങനെ പറയുന്നു, എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ 5 m/s². അപ്പോൾ ഒരു വാല്യൂ ആണ്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് തന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ആക്സലറേഷൻ യൂണിഫോം ആണ്. ഇവിടെ തന്നിരിക്കുന്നത് ടൈമിൻ്റെ ഒരു ഇക്വേഷൻ്റെ രൂപത്തിലാണ് ആക്സലറേഷൻ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക ടൈമിനനുസരിച്ച് ആക്സലറേഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ നോൺ യൂണിഫോം ആണ്. ഇങ്ങനെ നോൺ യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ വേണം നമ്മൾ ചെയ്യാൻ. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്സലറേഷൻ അല്ലേ തന്നത്, അതുകൊണ്ട് നമ്മൾ ഈ ഫോമുല എടുക്കുന്നു. അപ്പോൾ ആക്സലറേഷൻ = dv/dt ആണ് അല്ലേ? സോ ദർഫോർ dv = adt എന്ന് കിട്ടും. dv = adt. ഓക്കെ, പിന്നെ നമ്മൾ ഈ 2 ഇക്വേഷൻ ഓർമ്മിക്കുക. പിന്നെ നമ്മൾ പഠിച്ചു, നിങ്ങൾ ഇൻ്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ ബേസിക് ക്ലാസ്സിൽ പഠിച്ചതാണ്. അതായത് ഇൻ്റഗ്രൽ dx എന്ന് വെച്ചാൽ x ആണ്. ഇൻ്റഗ്രൽ dx എന്ന് വെച്ചാൽ x ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നമുക്ക് എന്തൊക്കെയാണ് കാണേണ്ടത്? ഒന്ന് പൊസിഷൻ കാണണം, വെലോസിറ്റി കാണണം. ആദ്യം ഞാൻ വെലോസിറ്റിയാണ് കാണാൻ പോകുന്നത്, ഫസ്റ്റ് വെലോസിറ്റിയാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ dx എന്ന് വെച്ചാൽ x അല്ലേ? ഇൻ്റഗ്രൽ dx. അതുപോലെ ഇൻ്റഗ്രൽ dv എന്ന് വെച്ചാൽ എന്തായിരിക്കും? v ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ 2 സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ dv = ഇൻ്റഗ്രൽ adt അങ്ങനെ ആവും. അപ്പോൾ ഈ ഫോമിൽ എഴുതുമ്പോൾ ഇൻ്റഗ്രൽ dx = x. അപ്പോൾ ഇൻ്റഗ്രൽ dv എന്ന് വെച്ചാൽ v, വെലോസിറ്റി കിട്ടും. = ഇൻ്റഗ്രൽ adt. a നമുക്ക് തന്നു, a എത്രയാണ്? 2t². എക്ക് പകരം 2t². സോ 2t² dt ഇങ്ങനെയാവും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റൻസിനെ നമുക്ക് പുറത്തെടുക്കാം. ഇങ്ങനെ ഉള്ള 2 എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ് അല്ലേ? ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അത് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ v = 2 പുറത്തെടുത്താൽ എന്ത് കിട്ടും? ടേക്ക് 2 ഔട്ട്സൈഡ്. ഇൻ്റഗ്രൽ t² dt ഇങ്ങനെ ആയില്ലേ? ഓക്കെ, ഇനി നിങ്ങൾ പഠിച്ച റിസൾട്ട് ഇൻ്റഗ്രൽ x⁻n dx. ഇതിൻ്റെ ആൻസർ ഓർമ്മയുണ്ടോ? ഇൻ്റഗ്രൽ x⁻n dx. അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്, x⁻n+1/n+1 എന്നാണ് അല്ലേ? x⁻n+1/n+1. അപ്പോൾ നമുക്ക് എന്താണുള്ളത്? ഇൻ്റഗ്രൽ t² dt. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ടി, n ൻ്റെ സ്ഥാനത്ത് 2.
ഇവിടെ ഡി എക്സ് എന്നുള്ള വരുന്നതിന് പകരം ഇവിടെ വെറും ഡി എക്സ്, ഇൻ്റഗ്രൽ ഡി എക്സ്, അങ്ങനെ വെറും ഡി എക്സ് വന്നാലുള്ള ആൻസറാണ് എക്സ്. ഇങ്ങനെ വന്നാലുള്ള ആൻസറാണ് എക്സ് റൈസ് ടു n+1/n+1. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ടി ആണ്, എക്സിൻ്റെ സ്ഥാനത്ത് ടി റൈസ് ടു n+1, എന്നിന് പകരം 2, 2+1/n2 അല്ലേ, 2+1. അപ്പോൾ ആൻസർ t³ ആയി. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ബേസിക് ഇക്വേഷൻ. അപ്പോൾ ആൻസർ t³ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് നമുക്ക് കിട്ടിയത് t³ സോ വെലോസിറ്റി ഈക്വൽ ടു 2 ഇൻറ്റു ഇതിൻ്റെ ആൻസർ t³ എന്നാണ്, t³. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഇങ്ങനെ കിട്ടി അല്ലേ, വെലോസിറ്റി നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് നോക്കൂ, വെലോസിറ്റിയും ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ടൈം മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി മാറും. അപ്പോൾ വെലോസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈം, വെലോസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈം, ടൈമിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. നോൺ യൂണിഫോം വെലോസിറ്റി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഓരോ ടൈമിൽ ഓരോ വെലോസിറ്റി ആയിരിക്കും. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ എന്നാ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് t = 1 സെക്കൻഡ്. t 1 സെക്കൻഡ് ആയാലുള്ള വെലോസിറ്റി. ദർഫോർ വെലോസിറ്റി അറ്റ് t = 1 സെക്കൻഡ്. t 1 സെക്കൻഡ് ആയാലുള്ള വെലോസിറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ ടിക്ക് 1 സെക്കൻഡ് കൊടുക്കണം. ദർഫോർ വെലോസിറ്റി ഈക്വൽ ടു 2/3 ഇൻറ്റു ടിക്ക് പകരം 1 കൊടുക്കുക, 1³. അപ്പോൾ ആൻസർ 2/3 തന്നെ വരും, 2/3 മീറ്റർ/സെക്കൻഡ് വരും വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി കണ്ടിട്ട് വേണം, വെലോസിറ്റി കണ്ടതിന് ശേഷം ടിക്ക് എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. അപ്പോൾ ടിക്ക് 1 കൊടുത്താൽ ടൈം 1 സെക്കൻഡ് ആയാലുള്ള വെലോസിറ്റി കിട്ടി. അപ്പോൾ വെലോസിറ്റി, അപ്പോൾ ടൈം 2 സെക്കൻഡ്, അപ്പോൾ ടൈമിന് 2 കൊടുത്താലോ, ടൈം 2 ആയാലുള്ള വെലോസിറ്റി കിട്ടും. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഈ ഒരു മെത്തേഡ് വഴി തന്നെ ചെയ്യണം. അതായത് ആക്സലറേഷൻ ഇങ്ങനെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രൂപത്തിലൊക്കെ തന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ തന്നാൽ ആ സ്പോട്ടിൽ മനസ്സിലാക്കുക ആക്സലറേഷൻ ഈസ് നോൺ യൂണിഫോം. അപ്പോൾ ഈ മെത്തേഡ് വഴി തന്നെ ചെയ്യണം. അപ്പോൾ വെലോസിറ്റി നമ്മൾ കണ്ടു. അടുത്ത ക്വസ്റ്റ്യൻ പൊസിഷൻ അല്ലേ. പൊസിഷൻ കാണുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കണം, എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റേസ് ചെയ്യുന്നുണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം നമുക്ക് വെലോസിറ്റി കിട്ടിയില്ലേ, വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇനി ടൈമിന് 1 കൊടുത്തിട്ട് വെലോസിറ്റി കണ്ടതാണ്, അല്ലാതെ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പൊസിഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനാണ്. അതുകൊണ്ട് നമുക്ക് വെലോസിറ്റി കിട്ടിയല്ലോ, വെലോസിറ്റി കിട്ടിയത് കൊണ്ട് ഈ ഫോമുല എടുക്കുന്നു. ഈ ഫോമുല എടുത്തിട്ട് നമ്മൾ എക്സ് കണ്ടുപിടിക്കണം, പൊസിഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു dx/dt എടുക്കുക. അങ്ങനെയാണ് dt ലെഫ്റ്റിലേക്ക് എടുത്താൽ dx = vdt എന്ന് കിട്ടും, vdt. ഓക്കെ, ഇനി dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് കിട്ടുമല്ലോ, dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് കിട്ടും. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ dx = ഇൻ്റഗ്രൽ vdt അങ്ങനെ കിട്ടും. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ dx എന്ന് വെച്ചാൽ എക്സ് ആണ്, എക്സ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആയി, പൊസിഷനായി, ഈക്വൽ ടു ഇൻ്റഗ്രൽ vdt. വിൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക, വിക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2t³ 3. വിക്ക് പകരം ഇത് കൊടുക്കുക, ഇൻറ്റു dt. ഓക്കെ, ടേക്ക് കോൺസ്റ്റൻസ് ഔട്ട്സൈഡ്. അപ്പോൾ 2/3 പുറത്തെടുക്കാം, 2/3 പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ t³ dt. അഗെയിൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുക. എന്താണുള്ളത്, ഇൻ്റഗ്രൽ, ഇതല്ലേ നമ്മുടെ ഫോമുല. എന്താണുള്ളത്, ഇൻ്റഗ്രൽ t³ dt എന്നാണുള്ളത്, t³ dt. അതിൻ്റെ അർത്ഥം എക്സിൻ്റെ സ്ഥാനത്ത് നേരത്തെ പറഞ്ഞതുപോലെ എക്സിൻ്റെ സ്ഥാനത്ത് t, എന്നിൻ്റെ സ്ഥാനത്ത് 3. അപ്പോൾ എക്സിന് പകരം t റൈസ് ടു n+1, n 3 ആണ്. അപ്പോൾ 3+1/3+1, n 3 ആണ്. സോ t റൈസ് ടു 4/4 വരും, t റൈസ് ടു 4/4. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി. സോ എക്സ് ഈക്വൽ ടു 2/3 ഇൻറ്റു ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇതിൻ്റെ ആൻസർ എന്താണ്, t റൈസ് ടു 4/4, അപ്പോൾ ഇത് കട്ട് ചെയ്താൽ 2. സോ t റൈസ് ടു 4/6 കിട്ടി. എക്സ് ആണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൊസിഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി കാണേണ്ടെന്നാ പൊസിഷൻ കണ്ടുപിടിക്കണം അല്ലേ. പൊസിഷൻ അറ്റ് t = 1 സെക്കൻഡ്. t
അപ്പോൾ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പൊസിഷനും എന്താകുന്നു, ചേഞ്ച് ആകുന്നു. അപ്പോൾ ടൈമിന് എന്ത് കൊടുക്കാനാണ് പറയുന്നത്? ടൈം 1 സെക്കൻഡ്. ടൈം 1 സെക്കൻഡ് ആയാലുള്ള പൊസിഷൻ. ദർഫോർ പൊസിഷൻ അറ്റ് ടി ഈക്വൽ 1 സെക്കൻഡ്. ടൈം 1 സെക്കൻഡ് ആയാലുള്ള പൊസിഷൻ ഉദ്ദേശിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്. അപ്പോൾ എക്സ് ഈക്വൽ ടൈം 1 അല്ലേ, അപ്പോൾ 1/4/6. സോ 1/6 പൊസിഷൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ മീറ്റർ 1/6 മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആക്സലറേഷൻ അറ്റ് ടി ഈക്വൽ 1 സെക്കൻഡ്. അത് പിന്നെ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആക്സലറേഷൻ അല്ലേ ചോദിച്ചത്? ആക്സലറേഷൻ അല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത്? ആക്സലറേഷൻ ഈക്വൽ ടു 2t² എന്നല്ലേ തന്നത് അല്ലേ? ഇനി ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ആക്സലറേഷൻ അറ്റ് ടി ഈക്വൽ 1 സെക്കൻഡ്. അപ്പോൾ ടീക്ക് എന്ത് കൊടുക്കുക? ടീക്ക് 1 കൊടുക്കുക. ടീക്ക് 1 കൊടുത്തിട്ട് ആക്സലറേഷൻ കാണുക. ദർഫോർ ആക്സലറേഷൻ അറ്റ് ടി ഈക്വൽ ടു 1 സെക്കൻഡ്. ടീക്ക് 1 കൊടുക്കുക. ദർഫോർ ആക്സലറേഷൻ ഈക്വൽ ടു 2 ഇൻറ്റു t1 1². സോ 2. ആക്സലറേഷൻ യൂണിറ്റ് m/s². ഇതാണ് മെത്തേഡ്. അപ്പോൾ ഈ രൂപത്തിൽ ക്വസ്റ്റ്യൻ തന്നത്, അതായത് ആക്സലറേഷന് ഒരു ടൈമിൻ്റെ ഫോമിൽ ഒരു ഇക്വേഷൻ്റെ രൂപത്തിലാണ് തന്നിരിക്കുന്നത് അല്ലേ, അല്ലാതെ കറക്റ്റ് ഒരു വാല്യൂ അല്ല. കറക്റ്റ് ഒരു വാല്യൂ തന്നെ നമുക്ക് പറയാം ദാറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, യൂണിഫോം ആണെന്ന് പറയുക. പക്ഷേ ഇവിടെ ഇങ്ങനെ ടൈമിൻ്റെ ടേമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആക്സലറേഷൻ ചേഞ്ച് ചെയ്യും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആക്സലറേഷൻ യൂണിഫോം അല്ല, നോൺ യൂണിഫോം ആണ്. നോൺ യൂണിഫോം ആക്സലറേഷൻ ആണ്. അതുകൊണ്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കേസിൽ, ഇങ്ങനെയുള്ള കേസിൽ ഈ രൂപത്തിൽ തന്നെ വേണം ചെയ്യാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ മെത്തേഡ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, ദ പൊസിഷൻ എക്സ് ഓഫ് എ പാർട്ടിക്കിൾ വാരീസ് വിത്ത് ടൈം. പൊസിഷൻ വാരീസ് വിത്ത് ടൈം ആസ് എക്സ് ഈക്വൽ at². ദിസ് ഇസ് മൈനസ് BTQ. at² മൈനസ് BTQ ആണ് കേട്ടോ. at² മൈനസ് BTQ. ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ വിൽ ബി 0. ആക്സലറേഷൻ വിൽ ബി 0. ഇതാണ് പോയിന്റ്. ആക്സലറേഷൻ വിൽ ബി 0 അറ്റ് ടൈം. അപ്പോൾ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സലറേഷൻ 0 ആവുന്ന ടൈം. ഇത് നമുക്ക് തന്നിരിക്കുന്ന പൊസിഷനാണ്, എക്സ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, പൊസിഷനാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു, അവർ തന്നിരിക്കുന്നത് എക്സ് ഈക്വൽ ടു at² മൈനസ് BT³ എന്നാണ്. at² മൈനസ് BT³ ഈക്വൽ ടു എക്സ്. എന്നിട്ട് നമ്മൾ ആക്സലറേഷനിലേക്ക് എത്തിച്ചേരണം. എന്നിട്ട് ആക്സലറേഷൻ 0 ആവുന്ന ടൈം കാണണം. അപ്പോൾ നമുക്ക് എക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. എഗൈൻ നിങ്ങൾ നോക്കൂ, എക്സ് കണ്ടോ, പൊസിഷൻ, എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈം. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യണം. വെലോസിറ്റി എങ്ങനെയാണ് കാണുക? വെലോസിറ്റി ഈക്വൽ ടു dx/dt അല്ലേ. വെലോസിറ്റി ഈക്വൽ ടു dx/dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റി അല്ലേ. അപ്പോൾ ഇങ്ങനെയാണുള്ളത്, d/dt പിന്നെ എക്സ് ആണല്ലോ തന്നത്, at² മൈനസ് BT³. അപ്പോൾ ഇതിനെ അപ്പോൾ വെലോസിറ്റി ഈക്വൽ, ഇതിനെ രണ്ടായി ചെയ്യാം. ഫസ്റ്റ് ഇതിനെ ഇങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്ന് പറയും. നേരത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ്. ഇത് ഇങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്ന് പറയും അല്ലേ. അപ്പോൾ ഇതിൽ എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എ പുറത്തെടുക്കണം, കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കണം എന്നല്ലേ പറഞ്ഞത്. അതുപോലെ ഇതിൽ ബി പുറത്തെടുക്കണം. അങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് ചെയ്യാം. ഇതിൽ നിന്ന് എ പുറത്തെടുത്താൽ ടേക്ക് എ ഔട്ട് സൈഡ്, എ ഇൻറ്റു d/dt ഓഫ് പിന്നെ ഉള്ളത് t², d/dt ഓഫ് t² ഉണ്ട്, മൈനസ് ഇതിൽ നിന്ന് ബി പുറത്തെടുക്കാം. ബി ഇൻറ്റു ബി കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു, ബി ഇൻറ്റു d/dt ഓഫ് t³, d/dt ഓഫ് t³ ഉണ്ട്. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഫസ്റ്റ് ഇതിനെ ചെയ്യുന്നു, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, പിന്നെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഓക്കെ, d/dx ഓഫ് എക്സ് റൈസ് ടു എൻ, ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്, ഇൻ്റഗ്രേഷൻ അല്ല. ഇൻ്റഗ്രേഷനിൽ റിസൾട്ട് എന്തേനും, ഇൻ്റഗ്രേഷനിൽ നമ്മൾ നേരത്തെ ചെയ്ത റിസൾട്ട് എന്തേനും x⁻n+1/n+1. ഇവിടെ റിസൾട്ട് എന്താണ്? ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നു റിസൾട്ട് അല്ലേ.
നിങ്ങൾ പഠിച്ചതല്ലേ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണ്. എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ, എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. മാത്സിൻ്റെ ബേസിക് ക്ലാസ് പഠിച്ചിട്ടുണ്ടാവില്ല. എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട്. അപ്പോൾ എന്താ ഇവിടെ ഉള്ളത്? ഡി ബൈ ഡി ടി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ടി ആണ്, ഇങ്ങനെയല്ലേ ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ, ടി സ്ക്വയർ ഇങ്ങനെയല്ലേ ഉള്ളത്. അപ്പോൾ എക്സിന് പകരം ടി, എന്നിൻ്റെ സ്ഥാനത്ത് ടു, എന്നിന് പകരം എന്നിൻ്റെ സ്ഥാനത്ത് ടു, ടു എക്സ് റൈസ് ടു എക്സിൻ്റെ സ്ഥാനത്ത് ടി ആണല്ലോ, ഇപ്പോൾ ടി റൈസ് ടു എക്സിന് പകരം ടി റൈസ് ടു എൻ മൈനസ് വൺ, എൻ എന്ന് പറയുമ്പോൾ ടു, ഇപ്പോൾ ടു മൈനസ് വൺ. സോ ടു ടി റൈസ് ടു വൺ, ടി റൈസ് ടു വൺ എന്ന് പറയുമ്പോൾ ടി തന്നെ. അപ്പോൾ ആൻസർ ടു ടി, അതിൻ്റെ ആൻസർ ടു ടി എന്നാണ്. പിന്നെയുള്ള എന്താണ്? പിന്നെയുള്ള ഇത് ചെയ്തേ, ഇതിൻ്റെ ആൻസർ ടു ടി. അപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു എ ഇൻറ്റു ഇതിൻ്റെ ആൻസർ കിട്ടിയത് ടു ടി, ഇതിൻ്റെ ആൻസർ നമുക്കിപ്പോൾ കിട്ടിയത് ടു ടി. പിന്നെ എന്താ ഉള്ളത്? മൈനസ് ബി ഇൻറ്റു, ഇനി ഇത് ചെയ്യണം അല്ലേ, ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ് എന്നല്ലേ ഉള്ളത്, ടി ക്യൂബ്, ടി ക്യൂബ് നമ്മളെ ഫോർമുല ഇതല്ലേ. അപ്പോൾ എന്നിന് പകരം 3 ആണ് അല്ലേ, എന്നിൻ്റെ സ്ഥാനത്ത് 3 ആണ്, 3 എക്സ്, എക്സിന് പകരം ടി, ടി റൈസ് ടു എൻ മൈനസ് വൺ, എൻ 3 അല്ലേ, ഇപ്പോൾ എൻ മൈനസ് വൺ എന്നുള്ളത് 3 മൈനസ് വൺ. അപ്പോൾ ആൻസർ എന്തായി? 3t സ്ക്വയർ ആയി, 3t സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3t സ്ക്വയർ, 3t സ്ക്വയർ എന്നാണ് കിട്ടിയത്. അപ്പോൾ വെലോസിറ്റി എന്തായി? വെലോസിറ്റി ഈക്വൽ 2at മൈനസ് 3bt സ്ക്വയർ എന്ന് കിട്ടി. 2at മൈനസ് 3bt സ്ക്വയർ ഇങ്ങനെ കിട്ടി വെലോസിറ്റി. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആക്സലറേഷനിലേക്ക് എത്തിച്ചേരണം, നമ്മൾ ആക്സലറേഷനിലേക്ക് എത്തിച്ചേരണം. അപ്പോൾ നമുക്ക് വെലോസിറ്റിയേ കിട്ടിയിട്ടുള്ളൂ. ഇനി വെലോസിറ്റി വെച്ചിട്ട് എങ്ങനെ ആക്സലറേഷൻ കണ്ടുപിടിക്കും? അഗെയിൻ ആക്സലറേഷൻ ഈക്വൽ ടു എന്താണ്? ആക്സലറേഷൻ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ് ആക്സലറേഷൻ. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് വി, വിൻ്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിൻ്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ്? വിൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക, 2at മൈനസ് 3bt സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ ഈക്വൽ ടു ഈ എ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഇത് ആക്സലറേഷൻ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് എ. ഇക്വേഷനിൽ ഒരു 2 കോൺസ്റ്റൻറ്റ് തന്നതാണ്, എയും ബിയും, അങ്ങനെയാണ് അത് കേട്ടോ. അപ്പോൾ എന്ത് വരും? ഇതിൽ നിന്ന് ആരെ പുറത്തെടുക്കാം? 2a പുറത്തെടുക്കാം. 2a കോൺസ്റ്റൻറ്റ് പുറത്തെടുത്താൽ 2a ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് പിന്നെ ആളുള്ള ടി എ, ഡി ബൈ ഡി ടി ഓഫ് ടി മൈനസ് ഇതിൽ നിന്ന് കോൺസ്റ്റൻറ്റ് 3b പുറത്തെടുക്കുക. 3b പുറത്തെടുത്താൽ 3b ടേക്ക് ഔട്ട് സൈഡ്, പിന്നെ ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ, ഇങ്ങനെ ഫസ്റ്റ് ഇത് ചെയ്യുക, പിന്നെ ഇത് ചെയ്യുക. ഇതിൽ നിന്ന് 2a പുറത്തെടുക്കുക, 2a കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക, പിന്നെ dt ബൈ dt മൈനസ് ഇതിൽ നിന്ന് 3b കോൺസ്റ്റൻറ്റ്, 3b പുറത്തെടുത്താൽ ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയായി. ഇത് ക്യാൻസൽ ആയല്ലോ, അപ്പോൾ 1 dt ബൈ dt അത് 1 ആണ്. സോ ആക്സലറേഷൻ ഈക്വൽ ടു 2a മൈനസ് 3b ഇൻറ്റു പിന്നെ ആരാളുള്ളത്? ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ നേരത്തെ ചെയ്ത് വെച്ച സാധനമാണ്. ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ, അതിൻ്റെ ആൻസർ എന്താണ്? 2t ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2t എന്നാണ്, 2t. ഓക്കെ, ഈ സ്റ്റെപ്പ് വരെ ഓക്കെ അല്ലേ? ഇത് 2 പ്രാവശ്യം ഒന്ന് നോക്കിയാൽ മതി, ക്ലിയർ ആവും. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അപ്പോൾ അത് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആക്സലറേഷനും കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്സലറേഷൻ ഇങ്ങനെ കിട്ടി. ആക്സലറേഷൻ എന്താ കിട്ടിയത്? ആക്സലറേഷൻ ഈക്വൽ 2a മൈനസ്, ഇത് ആക്സലറേഷൻ അല്ലേ, ഇത് ഇക്വേഷനിൽ തന്ന ഏതോ ഒരു കോൺസ്റ്റൻ്റ് എ ആണ് കേട്ടോ. അത് 2a മൈനസ് എന്താണുള്ളത്? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 6bt വരും, 6bt ഇങ്ങനെയായി. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ആക്സലറേഷൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് അല്ലേ? ആക്സലറേഷൻ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ക്വസ്റ്റ്യനിലോ അവരെന്താ പറയുന്നത്? ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ വിൽ ബി 0, അതായത് ഈ ആക്സലറേഷൻ 0 ആവണം, അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഈ ആക്സലറേഷൻ 0 ആയാൽ ടൈം എത്ര? ആക്സലറേഷൻ 0 ആവുന്ന ടൈം കാണണം. അപ്പോൾ നമ്മൾ ആക്സലറേഷന് 0 കൊടുക്കണം. ആക്സലറേഷന് 0 കൊടുത്തിട്ട് ടൈം കാണണം, അതാണ് പറയുന്നത്. ആക്സലറേഷൻ 0 ആവുന്ന ടൈമാണ്.
അപ്പോൾ ആക്സലറേഷന് 0 കൊടുത്തിട്ട് ടൈം കാണണം. അപ്പോൾ ആക്സലറേഷന് 0 കൊടുത്ത് ഈക്വൽ ടു 2a മൈനസ് 6bt. ആക്സലറേഷന് 0 കൊടുത്തു. ആക്സലറേഷൻ 0 ആവുന്ന ടൈം കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മൈനസ് 6bt ലെഫ്റ്റിലേക്ക് എടുത്താൽ 6bt. 6bt ഈക്വൽ ടു 2a. അപ്പോൾ ടൈമാണ് കാണേണ്ടത്. ടൈം ഈക്വൽ ടു 2a/6b. 2a/6b. ഇത് കട്ട് ചെയ്താൽ 3 വരും. സോ a/3b. a/3b. ദിസ് ഈസ് ദ ആൻസർ. a/3b. ഓക്കെ. നെക്സ്റ്റ് വൺ. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കുലർ ഗിവൺ ബൈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത് y എന്ന് ദ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്നുള്ള രൂപത്തിൽ തന്നിരിക്കുന്നത് നമ്മൾ ഇത്രയും സമയം ക്വസ്റ്റ്യനിലൊക്കെ എക്സ് ആയിരുന്നു. എക്സിന് പകരം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന y ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് y ആണ്. ഒന്നുമില്ല, എക്സിന് പകരം y കൊടുക്കുക, അത്രയേ ഉള്ളൂ. a+bt+ct² - dt⁴. ഇതൊക്കെ കോൺസ്റ്റൻസ് ആട്ടോ. a b c d ഒക്കെ ഇനീഷ്യൽ വെലോസിറ്റിയാണ് കാണേണ്ടത്. ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ആർ. ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. ഇനീഷ്യൽ വെലോസിറ്റിയും ആക്സലറേഷനും കാണണം. ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. ഓക്കെ, റെഡി. നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി ആക്സലറേഷൻ കാണുന്നതാണ് അർത്ഥം. ഇനീഷ്യൽ വെലോസിറ്റി കാണുന്നതാണ് അർത്ഥം സ്റ്റാർട്ടിങ്ങിലുള്ള വെലോസിറ്റി അല്ലേ? സ്റ്റാർട്ടിങ്ങിലുള്ള വെലോസിറ്റിയും ആക്സലറേഷനും അല്ലേ ചോദിച്ചേ? സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്ക് ടൈം 0 കൊടുക്കാം. ഇനീഷ്യൽ വെലോസിറ്റി സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു സംഭവം ഞാൻ മുമ്പേ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ്. ഒരു പ്രോസസ്സ് തുടങ്ങുന്നേരം സ്റ്റാർട്ട് ചെയ്യുന്നേരം നമ്മൾ ടൈം എന്തായിട്ട് എടുക്കുക? 0. ടൈം 0ൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പം ഇനീഷ്യൽ വെലോസിറ്റി ആക്സലറേഷൻ ചോദിച്ചുകൊണ്ട് വെലോസിറ്റി കണ്ടുപിടി. ഇത് തന്നിരിക്കുന്ന ഇത് ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഉപയോഗിച്ച് വെലോസിറ്റി കണ്ടുപിടിക്കുക. വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ ചോദിച്ചേ? ഇനീഷ്യലി ചോദിച്ചുകൊണ്ട് ടൈമിന് 0 കൊടുത്തായി. ഇതാണ് മെത്തേഡ്. ഇനീഷ്യലി ചോദിച്ചാൽ ടൈമിന് 0 കൊടുക്കണം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ തന്നിരിക്കുന്നത്? കൺഫ്യൂഷനാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് അവർ y എന്ന് പറഞ്ഞല്ലേ തന്നത്, നമ്മൾ x എന്ന് പറഞ്ഞെടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. x ഈക്വൽ എന്താണ്? a+bt+ct² - dt⁴. ഇങ്ങനെയല്ലേ ഉള്ളത്? ഓക്കെ, ഇത് x ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വെലോസിറ്റി കാണണം. വെലോസിറ്റി എങ്ങനെയാണ് കാണാം? വെലോസിറ്റി ഈക്വൽ dx/dt. എക്സിന് പകരം ഒരു y തന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. നമ്മൾ x തന്നെ കൊടുത്തു. dx/dt. സോ d/dt ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് പകരം a+bt+ct². ഈ a എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഒന്നല്ല, ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, എന്തോ നമ്പറാണത്. ct² - dt⁴. ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിനെ 4 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഫസ്റ്റ് d/dt ഓഫ് a, വെറും a. പിന്നെ ഉള്ളത് ഇങ്ങനെ വരുമ്പോൾ കോൺസ്റ്റൻറ്റിനെ നമുക്ക് പുറത്തെടുക്കാം, b പുറത്തെടുക്കാം അല്ലേ? ഇതിൽ നിന്ന് കോൺസ്റ്റൻറ്റ്, ഇവിടെ വെറും കോൺസ്റ്റൻറ്റേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് എഴുതി. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, എടുക്കട്ടെ. ഇതിൽ കോൺസ്റ്റൻ്റ് ആരാ? b. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കുക. b പുറത്തെടുത്താൽ ബാക്കി d/dt ഓഫ് t പ്ലസ് ഇതിൽ നിന്ന് c പുറത്തെടുക്കുക. c പുറത്തെടുത്താൽ d/dt ഓഫ് t² അല്ലേ? മൈനസ് ഇതിൽ നിന്ന് d പുറത്തെടുക്കുക. d കോൺസ്റ്റൻറ്റ്. d പുറത്തെടുത്താൽ d/dt ഓഫ് t⁴. ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, d/dt ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെറും കോൺസ്റ്റൻറ്റ് വരിക. വെറും കോൺസ്റ്റൻറ്റ് മാത്രമാണ്. ഇതിൻ്റെ കൂടെ വേറെ ആരുമില്ല. ഇതിൻ്റെ കൂടെ ഒരു t² വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്? ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്താണോ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കുക. കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്തിട്ട് ടേക്ക് ഔട്ട് സൈഡ്. ഇതിൽ d/dt ഓഫ് t². കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തിട്ട് d/dt ഓഫ് t². ഇവിടെ അങ്ങനെയല്ല. d/dt ഓഫ് കോൺസ്റ്റൻറ്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസ്റ്റൻറ്റ് എന്നാണ് വായിക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസ്റ്റൻറ്റ്. വെറും കോൺസ്റ്റൻറ്റ് വന്നാൽ അതിൻ്റെ ആൻസർ 0 ആണ്. പഠിച്ചിട്ടുണ്ടാവും മാത്സിൽ. വെറും കോൺസ്റ്റൻറ്റ് വന്നാൽ 0 ആണ്. അപ്പോൾ ഇത് a എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ d/dt ഓഫ് a ഈസ് എ കോൺസ്റ്റൻറ്റ്. a b c d എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വെറും കോൺസ്റ്റൻറ്റ് വന്നാൽ ആൻസർ 0 ആണ് അല്ലേ? പിന്നെ ഇതിൽ dt ക്യാൻസൽ. അപ്പോൾ പ്ലസ് b.
പ്ലസ് സി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഒന്നുകൂടി പറയാം, ഈ ക്വസ്റ്റ്യനിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് വെറും കോൺസ്റ്റൻറ്റ് വന്നാൽ എന്താണ്? 0 ആണ് കേട്ടോ. ഒന്നുകൂടി പറയാം, എന്തെങ്കിലും നമ്മുടെ ഫോമുല ഡി ബൈ ഡി ടി ഓഫ് ടി റേസ് ടു എൻ. നമ്മൾ നേരത്തെ എക്സ് വെച്ച് എഴുതിയ, ഇപ്പോൾ ടി വെച്ചിട്ട് തന്നെ എഴുതുന്നു. ടി റേസ് ടു എൻ എന്തായിരുന്നു ഫോമുല? ഇങ്ങനെയാണ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ ഇവിടെ വരുമ്പോൾ എൻ ടി റേസ് ടു എൻ മൈനസ് 1 അങ്ങനെയല്ലേ വരിക? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആ രൂപത്തിലാണ് വരിക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചാൽ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ഫോമുല. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായിരുന്നു? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എൻ എക്സ് റേസ് ടു എൻ മൈനസ് എൻ എക്സ് റേസ് ടു എൻ ടി റേസ് ടു എൻ മൈനസ് 1 ആ ഫോമാണ്. അപ്പോൾ നമുക്ക് എന്താ ഉള്ളത്? ഡി ബൈ ഡി ടി ഓഫ് ടി റേസ് ടു എൻ. ടി റേസ് ടു എൻ വരെ ടി സ്ക്വയർ ഇങ്ങനെയല്ലേ ഉള്ളത്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 2 എൻ്റെ സ്ഥാനത്ത് 2 ടി റേസ് ടു എൻ മൈനസ് 1 എന്നിന് പകരം 2. ഇപ്പോൾ 2 മൈനസ് 1 എന്നിന് പകരം 2. അപ്പോൾ എന്തായി? 2t. പിന്നെ എന്താ ഉള്ളത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ പ്ലസ് സി ഇൻറ്റു ഇതിൻ്റെ ആൻസർ കിട്ടി ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ. ഇതിൻ്റെ ആൻസർ എന്താ കിട്ടിയ? 2t മൈനസ് ഡി ഇൻറ്റു ഇതാണുള്ളത് ഡി ബൈ ഡി ടി ഓഫ് ടി റേസ് ടു 4. ഈ എല്ലാം ഇങ്ങനെ ചെയ്ത് നോക്കൊന്നും വേണ്ട, ഒന്നുമില്ല. ഇവിടെ ആദ്യം എൻ എഴുതുക. എൻ എത്രയാണ്? 4. n 4 അല്ലേ? n 4. പിന്നെ ഇവിടെ എഴുതേണ്ടത് n മൈനസ് 1. n മൈനസ് 1 4 മൈനസ് 1. 4 മൈനസ് 1 നമ്മൾ 3. അപ്പോൾ ഇവിടെ 4 വരും, ഇവിടെ 4 വരും, ഇവിടെ 3. n മൈനസ് ഇവിടെ n വരും, ഇവിടെ n മൈനസ് 1 വരും. അപ്പോൾ ഇവിടെ 4 വരുമ്പോൾ ഇവിടെ 3 വരും. ഇവിടെ 5 വരുമ്പോൾ ഇവിടെ 4 വരും. ഇവിടെ എന്ത് വരുന്നോ അതിൻ്റെ ഒന്ന് കുറവ് ഇവിടെ വരും. അല്ലേ? n മൈനസ് 1 അല്ലേ? അപ്പോൾ ഇവിടെ 4 വരുമ്പോൾ എന്താ വരിക? 4 ടി റേസ് ടു n മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇതിലൊന്ന് കുറവ്. n 4 ആണ്. 4 മൈനസ് 1 അപ്പോൾ 3 വരും അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് എഴുതുന്നോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരുന്നോ അതിനേക്കാൾ ഒന്ന് കുറവ് ഇവിടെ വരും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ആൻസർ 4t³ വരും. 4t³. അപ്പോൾ ഡി ഇൻറ്റു ഇതിൻ്റെ ആൻസറാണ് കിട്ടിയത് ഡി ബൈ ഡി ടി ഓഫ് ടി റേസ് ടു 4. ഡി ബൈ ഡി ടി ഓഫ് ടി റേസ് ടു 4 അതിൻ്റെ ആൻസർ 4t³. ഇതിൻ്റെ ആൻസർ 4t³. ഇപ്പോൾ എന്തൊക്കെ ആൻസർ? വെലോസിറ്റി ഈക്വൽ ടു ബി പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 2ct മൈനസ് 4dt³. ഇങ്ങനെയാണ് നമുക്ക് വെലോസിറ്റി കിട്ടിയത്. ഇനി ചോദിച്ചത് ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. ഇനീഷ്യൽ വെലോസിറ്റിയും ഇനീഷ്യൽ ആക്സലറേഷൻ അല്ലേ ചോദിച്ചത്? അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഇനീഷ്യൽ തുടക്കമാണ്, സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ടൈം എന്തെടുക്കണം? 0. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ചോദിച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ് ചോദിച്ചത്. ഇനീഷ്യൽ വെലോസിറ്റി ചോദിച്ചത് കൊണ്ട് ദാറ്റ് ഈസ് ടൈം ഈക്വൽ ടു 0 എടുക്കണം. ടൈം 0 ആയാലുള്ള വെലോസിറ്റിൻ്റെ പേരാണ് ഇനീഷ്യൽ വെലോസിറ്റി. ടൈം 0 ആണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി കാണാൻ ടൈമിന് 0 കൊടുക്കണം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്താവും? ഇനീഷ്യൽ വെലോസിറ്റി ആണ് യൂന്നോ എന്താ കൊടുക്കും? ഇനീഷ്യൽ വെലോസിറ്റി അപ്പോൾ ടൈമിന് 0 കൊടുക്കണം. അപ്പോൾ ടൈമിന് 0 കൊടുത്താൽ എന്താവും? ടൈം 0 കൊടുത്താൽ 0 × 2c. അപ്പോൾ ഇത് 0 ആവും. ടൈം 0 കൊടുത്താൽ 0 × 4d അതും 0 ആവും. അപ്പോൾ ഇതൊക്കെ 0 ആവും. ടൈമിന് 0 കൊടുത്താൽ ഇതൊക്കെ 0 ആവും. ബാക്കി ഉണ്ടാവുക ബി മാത്രമേ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ബി ആണ്. ഓക്കെ. ഇനി കാണേണ്ടത് ആക്സലറേഷനാണ്. ഇനീഷ്യൽ ആക്സലറേഷൻ. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടിയല്ലോ. ഇനി വെലോസിറ്റി കിട്ടിയാൽ വെലോസിറ്റി ഉപയോഗിച്ച് നമുക്ക് ആക്സലറേഷൻ കാണാം. ഇനീഷ്യൽ ആക്സലറേഷനാണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടി. വെലോസിറ്റി വെച്ചുകൊണ്ട് നമുക്ക് ആക്സലറേഷൻ കാണാം. ആക്സലറേഷൻ എങ്ങനെയാണ് കാണാം? ആക്സലറേഷൻ ഈക്വൽ ഡി വി ബൈ ഡി ടി എന്നല്ലേ? ഡി വി ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ് ആക്സലറേഷൻ. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് വി വെലോസിറ്റിക്ക് വരെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി പ്ലസ് 2ct മൈനസ് 4dt³ വരും. ഓക്കെ. സോ ആക്സലറേഷൻ ഈക്വൽ ഇത് നേരത്തെ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്ത് ഇതാ. ഫസ്റ്റ് ഡി ബൈ ഡി ടി ഓഫ് ബി എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ്, വെറും കോൺസ്റ്റൻറ്റ്. ഡി ബൈ ഡി ടി ഓഫ് ബി ഇങ്ങനെ വന്നാൽ ഞാൻ പറഞ്ഞു 0 ആണ് അല്ലേ? ഡി ബൈ ഡി ടി ഓഫ് കോൺസ്റ്റൻറ്റ്, വെറും കോൺസ്റ്റൻറ്റ് വന്നാൽ 0 ആണ്. പ്ലസ് ഇതിൽ കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ ടി ഉണ്ട് അല്ലേ? അപ്പോൾ കോൺസ്റ്റൻറ്റ് 2c അല്ലേ? കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക. ഇത് ഇവിടെ വെറും കോൺസ്റ്റൻറ്റേ ഉള്ളൂ. വെറും കോൺസ്റ്റൻറ്റ് വന്നാലാണ് ആൻസർ 0. ഡി ബൈ ഡി ടി ഓഫ് കോൺസ്റ്റൻറ്റ് 0. ഇതിൽ നിന്ന് 2c പുറത്തെടുക്കുക. 2c ടേക്ക് ഔട്ട് സൈഡ് ഇൻറ്റു 2c ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് 2c പുറത്തെടുത്താൽ ഡി ബൈ ഡി ടി ഓഫ് ടി മൈനസ്
ഡി ബൈ ഡി ടി ഓഫ് ടി. ഇതിൽ നിന്ന് 4d പുറത്തെടുക്കുക. 4d പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ്. ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ്. ആക്സലറേഷൻ ഈക്വൽ ഇത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ വെറും കോൺസ്റ്റൻ്റ് വന്നാൽ ഞാൻ പറഞ്ഞു 0 പ്ലസ് ഇതിൻ്റെ ആൻസർ 2c അല്ലേ, മൈനസ് 4d ഇൻറ്റു ഇങ്ങനെ വരുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത് ടി റേസ് ടു എൻ ഡി ബൈ ഡി ടി ഓഫ് ടി റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ടി റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ ഈ മുകളിലുള്ള ഈ പവറാണ് എൻ നമ്മൾ ഫോമിൽ അതൊന്നും ഇനി നോക്കണ്ട, ഇതാണ് എൻ. എന്താ ഇതിൻ്റെ ഇക്വേഷൻ എന്താ കിട്ടുക 4d ഇൻറ്റു ഇത് ചെയ്താൽ എന്താ ഡിഫറൻഷ്യേറ്റ് എന്താ കിട്ടുക എൻ ടി റേസ് ടു എൻ മൈനസ് 1 എൻ 3 എൻ ടി റേസ് ടു എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ ഒന്ന് കുറവ്. ഇവിടെ 3 ആണെങ്കിൽ 3നേക്കാൾ ഒന്ന് കുറവ്. ഇതല്ല എൻ മൈനസ് 1. അപ്പോൾ ഇതിനേക്കാൾ ഒന്ന് കുറവ് എന്ന് പറയുമ്പോൾ 2 വരും. എൻ മൈനസ് 1 3 മൈനസ് 1 2 വരും. അപ്പോൾ ആൻസർ എന്തായി ആക്സലറേഷൻ ഈക്വൽ 2c മൈനസ് 12 വരും. 12 dt² വരും അല്ലേ. നമ്മളോട് ചോദിച്ച ഇനീഷ്യൽ വെലോസിറ്റിയും ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അല്ലേ പറഞ്ഞത്. അപ്പോൾ ഇനീഷ്യൽ ആക്സലറേഷൻ ഇനീഷ്യൽ കാണാൻ ഞാൻ എന്താ പറഞ്ഞത്, ഇനീഷ്യൽ കാണാൻ ടൈമിന് എന്ത് കൊടുക്കണം 0 കൊടുക്കണം. ടൈമിന് 0 കൊടുക്കണം. സ്റ്റാർട്ടിംഗ് ആണ്, അപ്പോൾ ടൈം 0. അപ്പോൾ ടൈം 0 ഇവിടെ 0 വരും. ടൈമിന് 0 കൊടുക്കുമ്പോൾ ഇത് മൊത്തം 0 ആയി. അപ്പോൾ ദർഫോർ ഇനീഷ്യൽ ആക്സലറേഷൻ എന്താവും ഇത് ടൈം 0 കൊടുക്കുമ്പോൾ ഇത് ഈ ടേം കംപ്ലീറ്റ് 0 ആവും. അപ്പോൾ ഇനീഷ്യൽ ആക്സലറേഷൻ ഈക്വൽ 2c എന്ന് വരും. 2c. അപ്പോൾ ഇനീഷ്യൽ ആക്സലറേഷൻ 2c. ക്ലിയർ. നെക്സ്റ്റ് വൺ, an electron starting from rest has velocity that increases linearly with time. വെലോസിറ്റി ഈക്വൽ kt തന്നിരിക്കുന്നത്. വെലോസിറ്റി ഈക്വൽ ടു kt എന്നാണ് തന്നിരിക്കുന്നത്. വെലോസിറ്റി ഈക്വൽ ടു kt എന്നിട്ടോ k ഈസ് എ കോൺസ്റ്റൻറ്റ്. k2 ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഫസ്റ്റ് 3 സെക്കൻഡ്. ഫസ്റ്റ് 3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈം എത്ര? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 3 വരെ. അപ്പോൾ ടൈം 3 സെക്കൻഡാണ്. ടൈം 3 സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് കാണാനാണ് ചോദ്യം. ഡിസ്റ്റൻസ് നമുക്ക് വെലോസിറ്റി അല്ലേ തന്നത്. അപ്പോൾ വെലോസിറ്റി കണ്ടിക്കേഷൻ വെലോസിറ്റി ഈക്വൽ dx ബൈ dt. ചോദിച്ചത് ഡിസ്റ്റൻസ് അല്ലേ. ലീനിയർലിയാണ് മൂവ് ചെയ്യുന്നത്. ലീനിയർലി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനാകുമ്പോൾ ഡിസ്റ്റൻസ് തന്നെയാണ് എന്തെന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരേ ഡയറക്ഷനിൽ തന്നെ പോവുകയാണെങ്കിൽ ലീനിയർലി ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്റ്റൻസ് കാണാന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ. അപ്പോൾ എക്സ് കണ്ടായി. എക്സ് അല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ വെലോസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ dx ഈക്വൽ എന്ത് വരും? dx ഈക്വൽ v dt എന്ന് വരും. ഇത് ലെഫ്റ്റിലേക്ക് എടുക്കുക. dx ഈക്വൽ v dt അല്ലേ. ഇനി v എത്രയാണ്? v ഈക്വൽ kt ആണ്. അപ്പോൾ dx ഈക്വൽ ടു kt dt. വിക്ക് പകരം kt കൊടുക്കുക. ഇനി ഡിസ്റ്റൻസ് അല്ലേ കാണണ്ടേ. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. കാരണം ഇൻ്റഗ്രൽ dx ആണ് എക്സ് അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ dx ഈക്വൽ ഇവിടെ വിക്ക് പകരം വീൻ്റെ സ്ഥാനത്ത് kt എന്ന് കൊടുത്താണ് ക്വസ്റ്റ്യനിൽ തന്നത് v ഈക്വൽ kt എന്നാണ്. അപ്പോൾ ഇൻ്റഗ്രൽ dx ഈക്വൽ ടു ഇൻ്റഗ്രൽ kt dt. k ഈസ് എ കോൺസ്റ്റൻറ്റ്. kൻ്റെ വാല്യൂ 2 ആണ്. k ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ഈക്വൽ k പുറത്തെടുക്കുക. k കോൺസ്റ്റൻറ്റ്. ഇനി ഇൻ്റഗ്രൽ t dt. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഡിഫറൻഷിയേഷൻ അല്ല, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആൻസർ ഇൻ്റഗ്രൽ t റേസ് ടു n dt. ടി റേസ് ടു എക്സ് വരുമ്പോൾ dx, t വരുമ്പോൾ dt. ടി റേസ് ടു n dt. അതിൻ്റെ ആൻസർ എന്തായിരുന്നു? ഇങ്ങനെ വരുമ്പോൾ ടി റേസ് ടു ഇൻ്റഗ്രേഷൻ ആണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് n ടി റേസ് ടു n മൈനസ്. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഇൻ്റഗ്രൽ ടി റേസ് ടു n dt എന്താണ്? ഇൻ്റഗ്രൽ ടി റേസ് ടു n dt എന്ന് വെച്ചാൽ എന്താ വരിക? ഇങ്ങനെയാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ. ടി റേസ് ടു n+1 ബൈ n+1 എന്നാണ്. n+1 ബൈ n+1. അപ്പോൾ ഇൻ്റഗ്രൽ നമുക്ക് എന്താ ഉള്ളത്? ഇൻ്റഗ്രൽ ടി ഡി ടി എന്നാണ്. ഇൻ്റഗ്രൽ ടി ഡി ടി എന്ന് പറയുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 1 ആണ് അല്ലേ. ടി റേസ് ടു 1 ടി ഡി ടി. അപ്പോൾ എന്നിന് പകരം 1 ആണ്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 1. അപ്പോൾ ടി റേസ് ടു എന്നിന് പകരം 1 വരും. 1+1 ബൈ 1+1 n 1 അല്ലേ. അപ്പോൾ ആൻസർ t² ബൈ 2 വരും.
ടി സ്ക്വയർ ബൈ 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ ടി സ്ക്വയർ ബൈ 2 എന്നാണ്. അപ്പോൾ എക്സ് ഈക്വൽ കെ ഇൻറ്റു ഇതിൻ്റെ ആൻസർ കിട്ടി. ആൻസർ എന്താണ്? ടി സ്ക്വയർ ബൈ 2. ടി സ്ക്വയർ ബൈ 2. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ്. ഇനി കണ്ടുപിടിക്കേണ്ടത് ഇൻ ഫസ്റ്റ് 3 സെക്കൻഡ് ആണ്. ഇൻ ഫസ്റ്റ് 3 സെക്കൻഡ്. ഇപ്പോൾ ഡിസ്റ്റൻസ് ഇൻ ഫസ്റ്റ് 3 സെക്കൻഡ് അല്ലേ ചോദിച്ചേ. അപ്പോൾ ടൈമിന് എന്ത് കൊടുക്കണം? 3 കൊടുക്കണം. ഫസ്റ്റ് 3 സെക്കൻഡ് അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു കെ. കെൻ്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിന് K2 ആണ്. K ഇസ് എ കോൺസ്റ്റൻറ്റ്. K2 ആണ്. 2 ടൈം എത്രയാണ്? ടൈം 3 സെക്കൻഡ് ആണ്. 3 സെക്കൻഡ് ആണ്. അപ്പോൾ ടൈമിന് പകരം 3 സ്ക്വയർ, ടൈമിന് പകരം 3 സ്ക്വയർ ബൈ 2. അപ്പോൾ ആൻസർ 3 സ്ക്വയർ 9 മീറ്റർ വരും. സോ ദ ആൻസർ ഈസ് 9 മീറ്റർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. ഈ മെത്തേഡ് വഴിയുള്ള കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഡിഫറൻഷിയേഷൻ ഇൻ്റഗ്രേഷനും നടന്ന സംഭവങ്ങൾ പുതിയ മെത്തേഡാണ്, ഞാൻ മുന്നേ പറഞ്ഞതാണ്. ഓക്കെ, അത് നന്നായിട്ടൊന്ന് നിങ്ങൾ ഇതുവരെ പഠിക്കാത്തൊരു സാധനം ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ സെഷനിൽ ചോദിച്ചോളൂ. ഓക്കെ, ക്ലിയർ.